എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? മഹാന്മാര് പഠിപ്പിക്കുന്നു 4 നിബന്ധനകൾ വരണം തൗബയ്ക്ക്. അതിൽ ഒന്നാമതായി ആദ്യമായി വേണ്ടത് അന്നദം, ഖേദമാണ്. ചെയ്ത തെറ്റിനെ ഓർത്തുള്ള ഖേദം, നല്ല ഖേദം വരണം, ദുഃഖമുണ്ടായിരിക്കണം. തീർന്നില്ല, മുഖ്ലിഅൻ, ആ ചെയ്തതാകുന്ന തെറ്റിൽ നിന്ന് പരിപൂർണമായി ഒഴിഞ്ഞു നിൽക്കണം. ഇനി ഒരിക്കലും അത് ഉണ്ടാവൂല എന്നുള്ള നിലയ്ക്ക് അത് പരിപൂർണമായി ഒഴിവാക്കണം. മൂന്നാമത്തത് എന്തെന്നറിയോ? ഇനി ഒരിക്കലും ആ തെറ്റി തിരിച്ച് ചെയ്യൂല എന്നുള്ള ദൃഢനിശ്ചയം വേണം. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നസൂഹായ തൗബയായി തീരുകയുള്ളൂ, ഏത് തെറ്റ് ചെയ്താലും. എന്നാൽ 4-മത്തെ ഒരെണ്ണുണ്ട്, അതാണ് ഇന്നത്തെ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാത്തത്. ഏത്? മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളാണെങ്കിൽ അത് പരിപൂർണമായി പൂർത്തീകരിച്ചിരിക്കണം. ആരെങ്കിലും 10 പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അനാവശ്യം പറഞ്ഞു, എന്നിട്ട് പടച്ചവനോട് പറയാ, പടച്ചവനെ ഞാൻ അവനെ പള്ളിയുടെ മുന്നിൽ വെച്ച് ചീത്ത വിളിച്ചായിരുന്നു, നീ പുറത്തു തരണേന്ന്. അല്ല പുറത്തു തരില്ല. അത് അയാളെ കണ്ട് മാപ്പി ചോദിക്കും. 10 ആളുടെ മുന്നിൽ വെച്ചുകൊണ്ട് നീ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ട് മാപ്പി ചോദിക്കണം. ജനങ്ങളുമായിട്ടുള്ള ഇടപാട് സാമ്പത്തികമാണോ, അവരെ കണ്ട് പൊരുത്തപ്പെടിക്കണം.